ഹായ് വ്യൂവേഴ്സ്, രുചിയിലൂടെ ഹൃദയം കീഴടക്കാനായി ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് മയോണീസാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അൽഫാമിൻ്റെ കൂടെയും തന്തൂറിൻ്റെ കൂടെയും അതുപോലെ ബർഗറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിത് ഷോപ്പിൽ ചെന്ന് വാങ്ങാൻ ചെന്നാൽ നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷേ വളരെ ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് നല്ല വൃത്തിയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിനെന്താ ചേരുവകൾ വേണ്ടെന്നും കാണാം. മയോണീസ് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന ചേരുവകൾ: വെജിറ്റബിൾ ഓയിൽ, ഇത് ഒരു കപ്പ് വേണം. അതുപോലെ വിനീഗർ, അതുപോലെ പഞ്ചസാര, കോഴിമുട്ട 2 വെളുത്തുള്ളി, ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി, വൈറ്റ് പെപ്പർ പൗഡർ. ഇതാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ബ്ലെൻഡർ ഇല്ലെങ്കിൽ വീട്ടിൽ മിക്സി ആണെന്നുണ്ടെങ്കിൽ മിക്സിയിലാണെങ്കിലും നമുക്കിത് ചെയ്യാം. ആദ്യം നമുക്ക് വെജിറ്റബിൾ ഓയിൽ 1 കപ്പ് എടുക്കാം. അതുപോലെ 2 മുട്ട, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അല്ലി ഇട്ടേക്കുന്നത്. അതുപോലെ ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടിയും ആവശ്യത്തിന്. പിന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡർ യൂസ് ചെയ്യരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം പഞ്ചസാര, അതുപോലെ വിനാഗിരി, മയോണീസ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഇത് അറിയാത്ത ആൾക്കാരും ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മയോണീസ് ഏകദേശം തയ്യാറുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി പെപ്പറും കൂടി വേണം ആവാൻ തോന്നുന്നു. നമ്മൾ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറ് അങ്ങ് മാറും. അപ്പം നമ്മുടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മയോണീസ് റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റി ഇല്ലേ? കണ്ടില്ലേ എല്ലാവരും? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മയോണീസ് ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഞാൻ ഈ മയോണീസ് വെച്ചിട്ട് തന്നെ ഒരു സാലഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സാലഡിൻ്റെ പേര് കോൾസ്ലോ. ഇത് നമ്മൾ ചിക്കിങ്ങിലും KFCയിലൊക്കെ പോകുമ്പം സാലഡായിട്ട് നമുക്ക് കിട്ടുന്നൊരു ഐറ്റമാണ്. ആ സാലഡ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ബ്രെഡിൽ സ്പ്രെഡായിട്ട് യൂസ് ചെയ്താണെങ്കിലും കഴിക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം, ഈ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മയോണീസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് മയോണീസ് ഇവിടെ വെക്കാം. അപ്പോൾ കോൾസ്ലോ സാലഡ് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ: ക്യാബേജ്, ക്യാരറ്റ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പഞ്ചസാര, അത് ഓപ്ഷണലാണ്. ഇത് ഇച്ചിരി സ്വീറ്റ് ആയിട്ടുള്ള സാലഡാണ്, അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം. അതുപോലെ നമ്മൾ തയ്യാറാക്കിയ മയോണീസ്. അപ്പം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജും ക്യാരറ്റും ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇനി നമ്മൾ നേരത്തെ തയ്യാറായിരിക്കുന്ന മയോണീസും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഈ അരിഞ്ഞിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും പച്ചമുളകിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മയോണീസും കൂടി ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലേശം പെപ്പർ പൗഡറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ലേശം പഞ്ചസാരയും കൂടി. ഇത് സ്വീറ്റ് ആയിട്ടുള്ള സാലഡാണ്. ഈ സാലഡ് നമ്മൾ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മയോണീസും കോൾസ്ലോ സാലഡും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.